ഇടിയുടെ അടിയുടെ പൊടിപൂരം, നല്ല കിൻഡലിടി പറയുന്നത് ചത്താ പച്ച എന്ന ഇന്ന് റിലീസ് ചെയ്ത മൂവിയെ പറ്റിയാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചത്താ പച്ച എന്ന മൂവിയുടെ ഒരു കുഞ്ഞു റിവ്യൂമായിട്ടാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ എല്ലാ സുഹൃത്തുക്കളും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക. മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടിയുടെ പൊടിപൂരം ഉടനീളം കാണാവുന്ന ചിത്രമാണ് ചത്താ പച്ച എന്ന് പറയാം. കൊച്ചിയാണ് ചത്താ പച്ചയുടെ പശ്ചാത്തലം. ഗാട്ടാ ഗുസ്തിക്ക് പേരുകേട്ട നാടാണ് കൊച്ചി. ഈ നാട്ടിലേക്ക് കോസ്റ്റ്യൂം ഗുസ്തി എന്ന പുതിയൊരു വിനോദവുമായി എത്തുന്ന ചെറുപ്പക്കാരുടെ കഥയാണ് ചത്താ പച്ച. സാവിയോ ലോബോ, ലിറ്റിൽ എന്നിവർ ആരംഭിക്കുന്ന കോസ്റ്റ്യൂം ഗുസ്തി ടീമിലേക്ക് സാവിയോയുടെ സഹോദരനായ വെട്രി ലാബോ കൂടി എത്തുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം. കോസ്റ്റ്യൂം ഗുസ്തി എന്ന വിനോദം ഇവരുടെ ജീവിതത്തിൽ ഏതെല്ലാം രീതിയിലുള്ള സ്വാധീനം ചെലുത്തുമെന്നും റെസ്ലിംഗിനെ തികച്ചും സാധാരണക്കാരായ ഒരുപറ്റം ചെറുപ്പക്കാർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്നുമാണ് ചിത്രം സംസാരിക്കുന്നത്. ചെറുപ്പക്കാരുടെ കഥ എന്നതിലുപരി മാണി എന്നും വാൾട്ടർ എന്നും പേരുള്ള രണ്ട് ഗുസ്തിക്കാർ ഉൾപ്പെടുന്ന തലമുറയുടെ പോരാട്ട വീര്യം ചത്താപ്പച്ച ചർച്ച ചെയ്യുന്നുണ്ട്. ഗുസ്തിയുടെ ആവേശം പുതുതലമുറയെ എങ്ങനെ ആവേശം കൊള്ളിക്കുന്നുവെന്നും ചിത്രം പറയുന്നുണ്ട്. അർജുൻ അശോകൻ, റോഷൻ മാത്യു, ഇഷാൻ ഷൗക്കത്ത്, വിശാഖ് നായർ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ ലോക്കോ ലോബോ, വെട്രി, ലിറ്റിൽ, ചെറിയാൻ എന്നിവരെ യഥാക്രമം അവതരിപ്പിക്കുന്നത്. ഈ 4 കഥാപാത്രങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് തുടക്കത്തിൽ തന്നെ ചിത്രം കാണിച്ചു തരുന്നുണ്ട്. കൂട്ടത്തിൽ നെഗറ്റീവ് പരിവേഷമുള്ളത് വിശാഖ് നായർ അവതരിപ്പിച്ച ചെറിയാൻ എന്ന കഥാപാത്രമാണ്. അസൂയയും പകയുമെല്ലാം നിറഞ്ഞ കഥാപാത്രത്തെ വിശാഖ് ഭംഗിയാക്കിയിട്ടുണ്ട്. കരിയറിൽ ഇതുവരെ ചെയ്യാത്ത വേഷങ്ങൾ തന്നെയാണ് അർജുൻ അശോകനും റോഷനും അവതരിപ്പിച്ചത്. ആക്ഷൻ രംഗങ്ങളിൽ ഇരുവരുടെയും പ്രകടനം കൈയടിപ്പിക്കുന്നതാണ്. രണ്ടുപേരും കരിയറിൽ തന്നെ ഇത്രയും ഹെവിയായ ആക്ഷൻ രംഗങ്ങൾ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. സായ് കുമാർ, റാഫി, തെസ്നീഖാൻ, ടോഷ് ക്രിസ്റ്റി തുടങ്ങിയവരാണ് മറ്റു വേഷങ്ങളിൽ. സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളെയും ഒരുപോലെ ബന്ധിപ്പിക്കുന്നത് വാൾട്ടർ എന്ന കഥാപാത്രമാണ്. ഓരോ കഥാപാത്രത്തിനും അവരുടെ മനസ്സിൽ വാൾട്ടറെക്കുറിച്ചൊരു ചിത്രമുണ്ട്. വാൾട്ടറെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാതെയോ ചിന്തിക്കാതെയോ ആ നാട്ടുകാരുടെ ഒരു ദിവസം പോലും കടന്നു പോകാറില്ല. ഒരു നാടിൻ്റെ രക്തത്തിൽ ഗുസ്തി എന്ന വികാരം കലരാൻ ഇടയാക്കിയ വ്യക്തിയാണ് വാൾട്ടർ. വാൾട്ടറായി മമ്മൂട്ടി എത്തുമ്പോൾ തിയേറ്റർ അക്ഷരാർത്ഥത്തിൽ ഇളകി മറിയുന്നുണ്ട്. മലയാളത്തിൽ പലതരം ആക്ഷൻ സിനിമകൾ വന്നിട്ടുണ്ട്. എന്നാൽ റെസ്ലിംഗ് കലർത്തിയ ആക്ഷനാണ് ചത്താ പച്ചയെ വേറിട്ട അനുഭവമാക്കി മാറ്റുന്ന ഘടകം. ഓരോ ആക്ഷൻ രംഗങ്ങളും പ്രേക്ഷകനെ ഒരു റെസ്ലിംഗ് റിങ്ങിന് മുന്നിലെത്തിക്കുന്നത് പോലെ തോന്നിക്കുന്നുണ്ട്. ചിത്രത്തിലെ മറ്റ് സങ്കട രംഗങ്ങളിലും ഗുസ്തിയുടെയും WWE റെസ്ലിംഗിൻ്റെയും സ്വാധീനമുണ്ട്. ഇത്രയും വ്യത്യസ്തമായ സങ്കട രംഗങ്ങൾ ഒരുക്കിയതിന് സംഘടന സംവിധായകനായ കലൈ കിങ്സ്റ്റൺ പ്രത്യേകം കയ്യടി അർഹിക്കുന്നുണ്ട്. റെസ്ലിംഗ് പ്രത്യേക ചുവടുകൾ ഒരുക്കിയതിന് ശ്രാവണിൻ്റെ നേതൃത്വത്തിലുള്ള ടീമിനെയും മനസ്സറിഞ്ഞ് അഭിനന്ദിക്കണം. ആനന്ദ് സി ചന്ദ്രൻ, ജോമോൻ ഡി ജോൺ, സുദീപ് എളമൺ എന്നിവരുടെ ക്യാമറയും ചടുലമായത് തന്നെ. ശങ്കർ എഹ്സാൻ ലോയ് ടീമിന്റെ ഗാനങ്ങളും മുജീബ് മജീദിന്റെ പശ്ചാത്തല സംഗീതവും ആവേശമുണർത്തുന്നതാണ്. ആക്ഷൻ ചിത്രങ്ങൾ ഇഷ്ടമുള്ളവർക്കും ടിവിയിൽ റെസ്ലിംഗ് കണ്ട് ആവേശഭരിതരായവർക്കും കാണാവുന്ന ചിത്രമാണ് ചത്താ പച്ച. താരപ്രകടനങ്ങൾ കൊണ്ടും പ്രകമ്പനം കൊള്ളിക്കുന്ന ആക്ഷൻ രംഗങ്ങൾക്കുമായി ചത്താ പച്ചയ്ക്ക് ടിക്കറ്റ് എടുക്കാം. ചത്താ പച്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ ഒരു സിനിമ കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഹൈപ്പ് ചെയ്യാനറിയാമെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.